ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്ക് എന്നും ഒരേ തരത്തിലുള്ള ലഞ്ച് കൊടുത്തു വിടുന്നതിലും വെറൈറ്റി ആയിട്ടുള്ള ലഞ്ച് വിഭവം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും സിമ്പിളാണ്, അവർക്ക് കൊണ്ടുപോകുമ്പോഴും അവർക്കൊരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ തോന്നുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം നെയ്യ് എടുത്തിട്ടുണ്ടായിരുന്നു, അല്പം ജീരകം ഇട്ട് കൊടുത്തു, കറുകപ്പട്ട, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെന്താണ് പെരുംജീരകം, പിന്നെ ഗ്രാമ്പൂ, ഏലക്ക ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് വെറൈറ്റി ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ. വളരെ 5 മിനിറ്റ് കൊണ്ട് പണിയും തരും. അപ്പം നമുക്ക് എന്നിട്ട് സവോള അരിഞ്ഞു വെച്ച സവോളയും കൂടി ഇട്ട് കൊടുക്കുക. സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഇതിൻ്റെ പേര് തന്നെ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് സോർട്ടായി കിട്ടുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ മസാലകളൊക്കെ ആഡ് ചെയ്യണം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെജിറ്റബിൾ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം മസാല കൂട്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ മസാലപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് ഞാൻ കഴുകി കുതിർത്ത് വെച്ച ബസുമതി റൈസ് ഉണ്ടായിരുന്നു, അതൊന്ന് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിതിന് ആദ്യം ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു അല്ലേ, അപ്പോൾ അതും കൂടി ഒന്ന്, അതായത് നല്ലപോലെ ഒന്ന് നെയ്യിലൊന്ന് സോർട്ടായി വരണം കേട്ടോ. സോർട്ടായി വന്നു കഴിയുമ്പോഴേക്കും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലും നെയ്യ് ആണ് ഇതിൽ ഫേവറേറ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് കോക്കനട്ട് ഓയിലും ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇവന് നെയ്യ് ഒഴിച്ച് ചെയ്യണതാണ് ഇഷ്ടം എന്നുള്ളതുകൊണ്ട്, കൊച്ചിന് അങ്ങനെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണേ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഒരൊറ്റ വിസിൽ മതി കേട്ടോ. ഒരൊറ്റ വിസിലിൽ കാര്യം റെഡിയാണ്. ഒരൊറ്റ വിസിൽ വന്നു, കറക്റ്റായിട്ട് പാകമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്നിനെ അടച്ച് വെച്ചാൽ മതി. നമ്മൾ എടുക്കാറാവുമ്പോഴേക്കും കറക്റ്റ് അതിൻ്റെ പാകമായിട്ട് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പൊട്ടറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് പപ്പടം കാച്ചി കൊടുക്കാം, പിന്നെ സാലഡും കൂടി ഉണ്ടാക്കി കൊടുത്താൽ മതി. തക്കാളിയും സവോളയും പച്ചമുളകും, അല്ലെങ്കിൽ പച്ചമുളകും സവോളയും മാത്രം ഇട്ടിട്ട് സാലഡ് കൂടി ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇതുപോലുള്ള സിമ്പിൾ ഡിഷസായിട്ട് ഇനി വീണ്ടും വരാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ബൈ ബൈ.